ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ മനുഷ്യ വികസന സൂചിക എന്നൊരു ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യ വികസന സൂചിക കണക്കാക്കുന്നത് 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഈ 3 ഇൻഡെക്സുകൾ അല്ലെങ്കിൽ ഈ 3 സൂചികകൾ ഉപയോഗിച്ചാണ് മനുഷ്യ വികസനമുണ്ടോ ഇല്ലയോ എന്നത് കണക്കാക്കുന്ന അല്ലെങ്കിൽ അതിനെ അളക്കുന്നതെന്ന് പറയാം. ഇതിനെയാണ് എന്ത് പറയുക? മനുഷ്യ വികസന സൂചിക എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രി. അതായത് വികസ്വര രാജ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ്. വികസ്വര രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന രാജ്യങ്ങളെ എന്ത് പറയുക? വികസ്വര രാജ്യങ്ങൾ എന്ന്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. വികസനം ഇല്ലാത്തത് അല്ലെങ്കിൽ അവരിങ്ങനെ വികസിച്ച് വരുന്നേ ഉള്ളൂ അത്തരം രാജ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണ്. ഫസ്റ്റ് വൺ, കുറഞ്ഞ ആളോഹരി വരുമാനം, ലോ പെർ കാപ്പിറ്റ ഇൻകം. ദെൻ താഴ്ന്ന ജീവിത നിലവാരം. അവരുടെ ജീവിത നിലവാരം എന്താ? പുവർ ലെവൽ ഓഫ് ലിവിങ് ആണ്. അതായത് വളരെ മോശപ്പെട്ട ജീവിത നിലവാരമാണ്. ഉയർന്ന ജനസംഖ്യാ വളർച്ച, അവിടുത്തെ പോപ്പുലേഷൻ ആണെങ്കിൽ ഹൈ റേറ്റ് ആണ്. കുറഞ്ഞ ഉൽപ്പാദനക്ഷമത, ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ആണ്. സാങ്കേതിക വിദ്യയിൽ പിന്നോക്കാവസ്ഥ, അതായത് അവർ ടെക്നോളജിക്കലി എന്താണ്? ബാക്ക്വേർഡ് ആണ്. ദെൻ ഉയർന്ന തോതിലുള്ള തൊഴിലില്ലായ്മ, ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ദെൻ വരുമാന വിതരണത്തിലുള്ള അസമത്വം, അതായത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇത്രയും കാര്യങ്ങളാണ് വികസ്വര രാജ്യങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആണ് പറഞ്ഞത്. ലോ ലെവൽ ഓഫ് പെർ കാപ്പിറ്റ ഇൻകം, പുവർ ലെവൽ ഓഫ് ലിവിങ്, ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ്, ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. കുറഞ്ഞ ആളോഹരി വരുമാനമാണ്, താഴ്ന്ന ജീവന നിലവാരമാണ്, കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയാണ്, സാങ്കേതിക വിദ്യയിൽ പിന്നോക്കാവസ്ഥയാണ്, നിലനിൽക്കുന്ന ദാരിദ്ര്യം, വരുമാന വിതരണത്തിൽ അസമത്വം. ഇതെല്ലാം എന്താണ്? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പ്രത്യേകതകളാണ്. ദെൻ നെക്സ്റ്റ് ആണ് എക്കണോമിക് ഗ്രോത്തിനെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവ ഏതെല്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് സാമ്പത്തിക ഘടകങ്ങളും സാമ്പത്തിക ഇതര ഘടകങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് അതിനെ തരംതിരിക്കാം. ഒന്ന് എക്കണോമിക് ഫാക്ടേഴ്സും മറ്റൊന്ന് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ് അഥവാ സാമ്പത്തിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലേതൊക്കെ ഉൾപ്പെടുക? പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസിൻ്റെ, അതുപോലെ മൂലധന രൂപീകരണം, അതിനെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയാം. ദെൻ സാങ്കേതിക വിദ്യയുടെ പുരോഗതി, ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ദെൻ മനുഷ്യ വിഭവ പുരോഗതി, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ദെൻ ജനസംഖ്യാ വളർച്ച അഥവാ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ എന്താ? സാമ്പത്തിക ഘടകങ്ങൾ. അപ്പോൾ സാമ്പത്തിക വളർച്ചയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് സാമ്പത്തിക ഘടകങ്ങൾ അല്ലേ. അതിലേതൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങളുണ്ട്, മൂലധന രൂപീകരണമുണ്ട്, സാങ്കേതിക വിദ്യയുടെ പുരോഗതി, മനുഷ്യ വിഭവ പുരോഗതി, ജനസംഖ്യ വളർച്ച. ഇനി സാമ്പത്തിക ഇതര ഘടകങ്ങളിൽ പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നോൺ എക്കണോമിക് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രീയ ഘടകങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ദെൻ സാമൂഹ്യവും മനഃശാസ്ത്രപരമായ ഘടകം, അതിന് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ദെൻ ലാസ്റ്റ് വൺ വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ. ഇത്രയും ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.